സർവകലാശാലയിൽ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനം. വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ഏപ്രിൽ 7-ന് പുനഃപരീക്ഷ നടത്തും. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ പരീക്ഷാ നടത്തിപ്പിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തും. ഏപ്രിൽ 7-ന് പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൗകര്യപ്രദമായ മറ്റൊരു ദിവസം പരീക്ഷ എഴുതാൻ അനുമതി നൽകും. 3 ദിവസത്തിനകം തന്നെ പരീക്ഷാ ഫലപ്രഖ്യാപനം തീരുമാനിച്ചു. അതേസമയം അധ്യാപകന് പറ്റിയ വീഴ്ചയുടെ പേരിൽ വീണ്ടും പരീക്ഷ എഴുതണമെന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. ക്യാമ്പസ് സെലക്ഷൻ ഉൾപ്പെടെ ലഭിച്ച പലരും ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ചിലർ വിദേശത്താണുള്ളത്. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട വിവരം ഏറെ ദിവസങ്ങൾ മറച്ചുവെച്ച് സർവകലാശാല ഒടുവിൽ കുട്ടികളോട് വീണ്ടും പരീക്ഷ എഴുതാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതു സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് ഉത്തരക്കടലാസുകൾ നഷ്ടമായ വിവരം പുറത്തുവരുന്നത്. 10 മാസം മുൻപ് നടന്ന ഫിനാൻസ് സ്ട്രീം MBA 3-ാം സെമസ്റ്റർ പ്രൊജക്ട് ഫിനാൻസ് വിഷയത്തിന്റെ ഉത്തരക്കടലാസാണ് നഷ്ടമായത്. 5 കോളേജുകളിലെ 2022-24 ബാച്ചിലെ 71 വിദ്യാർത്ഥികളുടെ പേപ്പറുകൾ മൂല്യനിർണ്ണയത്തിനായി കൈമാറിയ പാലക്കാട്ടുള്ള അധ്യാപകന്റെ പക്കൽ നിന്നാണ് നഷ്ടമായതെന്നാണ് റിപ്പോർട്ട്. 5 കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത്. ഉത്തരക്കടലാസുകൾ യാത്രക്കിടെ ബൈക്കിൽ നിന്ന് വീണുപോയതെന്നാണ് അധ്യാപകന്റെ വിശദീകരണം. 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട MBA കോഴ്സിന്റെ പരീക്ഷാഫലം 2.5 വർഷമായിട്ടും പ്രഖ്യാപിക്കാനായിരുന്നില്ല. ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞുവെങ്കിലും കാരണം വിശദീകരിക്കാൻ സർവകലാശാല കൂട്ടാക്കിയിരുന്നില്ല. ഇതിനിടെയാണ് ഏപ്രിൽ 7-ന് വീണ്ടും പരീക്ഷ നടത്തുന്നുവെന്ന് കാണിച്ച് വെള്ളിയാഴ്ച ഉച്ചയോടെ വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിച്ചത്. ഇതോടെയാണ് ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട വിവരം പുറത്തായത്.